പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി 28 ഉയിർത്തെഴുന്നേറ്റ യേശു സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്കു നൽകപ്പെട്ടിരിക്കുന്നു. ഈശോയിൽ പ്രിയരെ, ആർക്കാ അങ്ങനെ പറയാൻ സാധിക്കുക? സർവശക്തനും നിത്യനുമായ ആൽഫയും ഒമേഗയുമായ സത്യദൈവത്തിനല്ലാതെ അത് കണ്ട് കേട്ട് അനുഭവിച്ചും മനസ്സിലാക്കിയ ശതാധിപൻ കർത്താവിനോട് പറഞ്ഞു. വിശുദ്ധ മത്തായി 8 കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തി മാമോദിസ നൽകി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ എന്നു പറഞ്ഞ് തൻ്റെ ശിഷ്യരുടെ ദൈവവിളി പ്രേഷിത വിളിയും ദൗത്യം പ്രേഷിത ദൗത്യവുമാണെന്ന് കൽപ്പിച്ച യേശു ക്രിസ്തു അവർക്കും നമുക്കും ഉറപ്പു നൽകി. വിശുദ്ധ മത്തായി 28 അധ്യായത്തിലെ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ മത്തായി 1 നാം വായിക്കുന്നു, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന പ്രവാചക പ്രവചനങ്ങളുടെ പൂർത്തീകരണം വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ നാം കാണുന്നു, അനുഭവിക്കുന്നു. ദൈവമക്കളെ, വിശുദ്ധ മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയ അവസാന വാക്യം, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് അപ്പസ്തോലന്മാരെ തൻ്റെ സഭയെ ഏൽപ്പിച്ച ദൗത്യം തുടരേണ്ട നാം അതിനുള്ള അപ്പസ്തോലിക വിശ്വാസ തീഷ്ണതയ്ക്കും ധൈര്യത്തിനും വിശ്വാസ ദൃഢതയ്ക്കുമായി ദിവ്യകാരുണ്യത്തിൽ അഭയം തേടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഈശോ നമുക്ക് നൽകിയ അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹായവും സംരക്ഷണവും തേടാം. നമ്മുടെ കർത്താവിനോട് വിശ്വസ്തത പുലർത്താം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.